ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആക്കാനുള്ള ചില പ്രധാനപ്പെട്ട വഴികളെക്കുറിച്ചാണ്. എസ്പെഷ്യലി 3 മാർഗങ്ങൾ. ഈ 3 മാർഗങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വളരെയധികം അഡിക്റ്റഡ് ആവും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മളൊരു പുതിയ വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് എല്ലാവരും വീഡിയോസ് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിവേ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റേഡിയേറ്റ് പോസിറ്റീവ് എനർജി എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ ആ വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും എല്ലാം ആ വ്യക്തി എപ്പോഴും നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടണം ആ ഒരു വ്യക്തിക്ക്. ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള അപ്രോച്ച് നടത്തുക എന്നുള്ളതാണ് അവരെ സമീപിക്കുന്ന സമയത്ത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ട ഉടനെ സ്മൈൽ ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം പോലും കണ്ടെത്താത്ത പല ടാലൻസും നിങ്ങൾ ആ വ്യക്തിയിൽ കാണുന്നുണ്ടായിരിക്കും. അതിനെയെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്മൈലോട് കൂടിയിട്ട് ആ വ്യക്തിയെ സമീപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ആ വ്യക്തിക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അടുത്തു വരുന്ന സമയത്ത്, ഇടപഴകുന്ന സമയത്തൊക്കെ നിങ്ങളിൽ നിന്നും ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ കൂടുതലും നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് തോന്നുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഇടപഴകുന്ന സമയത്തൊക്കെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. കാരണം നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ്സ് ആണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും. അപ്പം ഞാനിത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നെഗറ്റീവാണ്, ഞാൻ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോട്ട് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ധാരാളം ടെക്നിക്സുകളും ടിപ്സുകളും ലഭിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 31 ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുക. അത് നിങ്ങളുടെ പാർട്ട്ണറാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം, ആരായിക്കോട്ടെ, നിങ്ങളിൽ നിന്ന് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ പോസിറ്റീവ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. തോട്ട് മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം താല്പര്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി കോഴ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് സ്മൈൽ ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിച്ച് തുടങ്ങുക. ഓക്കെ. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു ടിപ്സ് കൂടി നൽകാം. നമ്മളെപ്പോഴും ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ പോസിറ്റീവ് സങ്കല്പങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു സെൻറ്റൻസ് ആ വ്യക്തിയുടെ മനസ്സിൽ എന്ത് ചിത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയും, നെഗറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുമായിരിക്കും ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം മാക്സിമം പോസിറ്റീവ് മാത്രം സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആ ഒരു റേഡിയേറ്റ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിൽ വളരെയധികം അഡിക്റ്റഡ് ആവും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും ഒക്കെ ഫുൾ ടൈം അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം.
കാരണം എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക വാല്യൂ ഒന്നും അവർ നൽകത്തില്ല. നേരെ മറിച്ച് ഒരു സമയത്ത് നിങ്ങൾ അവൈലബിൾ ആകാതെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി കൂടുതൽ ചിന്തിക്കുകയും നിങ്ങളെ മിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എല്ലാ സമയത്തും അവൈലബിൾ ആവാതിരിക്കുന്നത് ആ വ്യക്തിയെ അഡിക്റ്റഡ് ആക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പറയുന്നത്. അത് കരുതി ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതല്ല. ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ അവൈലബിൾ ആവാതിരിക്കുക, അതിൻ്റെ റീസൺ പിന്നീട് പറയുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ അവൈലബിൾ ആയിരിക്കത്തില്ല, ഇന്നതാണ് റീസൺ എന്നുള്ളത് മുൻകൂട്ടി പറയുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നൈറ്റിലൊക്കെ ചെറിയ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ മെസ്സേജ് സീൻ ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങുക. എന്നിട്ട് മോർണിംഗിൽ അതിന് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി രാത്രിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പോഴൊക്കെ നിങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി മോർണിംഗിൽ ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ഹാപ്പി ആവും ചെയ്യും. ചില ആളുകൾ ഉണ്ടായിരിക്കും, ചൂടാവുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ആ ഒരു മിസ്സിങ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുമായിട്ട് കൂടുതൽ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അഡിക്ഷൻ കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ വീണ്ടും എടുത്തു പറയുകയാണ്, അവൈലബിൾ ആവാതിരിക്കുക എന്ന് പറയുമ്പോൾ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ എന്നുള്ളതല്ല പറയുന്നത്, കുറച്ച് നേരത്തേക്ക്. സാധാരണ നിങ്ങളിപ്പോൾ നൈറ്റോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒക്കെ അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ ആ സമയം ഒരു നേരം ഒക്കെ അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് അഡിക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്. ഒരു പുരുഷനാവുമ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. കാരണം ലൈഫിനെ കുറിച്ച് ചിന്തിക്കണം, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും ജീവിതത്തിൽ, ജോലി ചെയ്യണം. സ്ത്രീകൾക്ക് തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, സ്ത്രീകൾക്കുമുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് ഒരല്പം കൂടുതലായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ടാർഗറ്റ് ഉണ്ടായിരിക്കും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാതെ മേ ബി ചിലപ്പോൾ ബോസിൻ്റെ അടുത്ത് നിന്ന് നല്ല ഒരു ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി ഭയങ്കരമായിട്ട് മൈൻഡ് നെഗറ്റീവായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ആയിരിക്കും ചില സന്ദർഭങ്ങളിലൊക്കെ. ആ സമയത്തൊക്കെ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇമോഷണൽ കെയറിങ് കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതവർക്ക് വളരെ ഒരു മോട്ടിവേഷനായിട്ട് ഫീൽ ചെയ്യുകയും ഒരു മെൻ്റൽ സ്ട്രെസ് കുറക്കാൻ നിങ്ങളുടെ വാക്കുകളിലൂടെ സംസാരത്തിലൂടെ സാധിക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ കാര്യമായിട്ടാണ് അവർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്താണെങ്കിലും വളരെയധികം സന്തോഷം വരുന്ന സമയത്താണെങ്കിലും അതെന്താണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫീലിങ്സോട് കൂടിയിട്ട്, ഒരു സപ്പോർട്ടോട് കൂടിയിട്ട്, ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, ഇൻസ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയാണെങ്കിൽ, അവരെ സമീപിക്കാൻ കഴിയുകയാണെങ്കിൽ, അവരോട് ആ രീതിയിൽ സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് മാറുകയും അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ അഥവാ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കാര്യം ഒരു വലിയ അഡിക്ഷന് സാധ്യതയൊരുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഈ 3 സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ നിങ്ങൾക്ക് അഡിക്റ്റഡ് ആക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, thank you so much for watching this video. Namaste.